നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ, സിംലയിൽ നിന്ന് കുളു മണാലിയിലേക്കുള്ള യാത്രയിലാണ്. ടെറൈനിൽ ആകെ മാറ്റം സംഭവിച്ചു. വലിയ മലകളുടെ ഇടയിലൂടെ ആണ് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ മണ്ണിടിച്ചിലിന് ധാരാളം സാധ്യതയുള്ള മലനിരകളാണ്, ഫ്രജൈലായിട്ടുള്ള പാറകളും ഒക്കെയാണ്. അപ്പോൾ താരതമ്യേന പുതിയ ഒരു പുതുതായി രൂപം കൊണ്ട പർവ്വതമാണ് എവറസ്റ്റ്. അപ്പോൾ അങ്ങനെ നിങ്ങൾ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ബാക്കി വിശേഷങ്ങൾ മണാലിയിൽ ചെന്നിട്ട് പറയുന്നതാണ്. ഓക്കെ പ്രിയ സുഹൃത്തുക്കളെ, നമസ്കാരം. നമ്മുടെ കോർഡിനേറ്റർ അഭിരാം സാറിന്റെ അമ്മ, അദ്ദേഹത്തിന്റെ ബർത്ത്ഡേ ആണ് ഇന്ന് എന്ന് രഹസ്യമായി വിളിച്ചു പറഞ്ഞത്. ഇന്നത് കൊണ്ട് എല്ലാവരും അറിയുകയും പരസ്യമാവുകയും ചെയ്തു. അങ്ങനെയാണ് ഞങ്ങൾ സസ്പെൻസ് എന്നുള്ള നിലയിൽ ഈ ബർത്ത്ഡേ ഫംഗ്ഷൻ അറേഞ്ച് ചെയ്തത്. ഇനി ഇതിൻ്റെ ഒരു കാര്യം, ഇതിൻ്റെ അവസാനം ഞാൻ പാട്ട് പാടുന്നുണ്ട്. അത് പക്ഷേ ഞാൻ കട്ട് ചെയ്ത് ഒഴിവാക്കേണ്ടി വന്നു എനിക്ക്. കാരണം കോപ്പിറൈറ്റ് ഇഷ്യൂ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഗംഭീരമായ ചടങ്ങായിരുന്നു. അതിൻ്റെ ഭാഗങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് ആരെങ്കിലും ഒന്ന് ഇത് നടത്തി എന്നതിൽ ഞങ്ങൾ അഭിമാനം കൊള്ളുന്നു. ഓക്കെ സുഹൃത്തുക്കളെ, ബൈ. ഇനി ഫോക്കസ് ചെയ്തങ്ങ് പിടിച്ചോണ്ടാ. ഇപ്പൊ റെക്കോർഡിംഗ് ആണ്. അവിടെ ഇരിക്കുന്ന രണ്ട് മഹാന്മാരെയും നിൽക്കണോ? അത് വേണ്ട. ഞാൻ അവസാനം എടുക്കും. ഞങ്ങളെ അതിൽ വെച്ചിരുന്നതാണ്. S24 അൾട്ര ഇന്നല്ല. അഭിറാമിനെ കണ്ടുമുട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, പ്രതീക്ഷിക്കുന്നു. കണ്ടുമുട്ടണം, കണ്ടുമുട്ടും. അങ്ങനല്ല, കണ്ടുമുട്ടും. രണ്ട് പറഞ്ഞിട്ടേ എടുക്കുന്നുള്ളൂ. എത്രയും പ്രിയപ്പെട്ട അഭിരാം സാർ, എത്രയും പ്രിയ സുഹൃത്തുക്കളെ, വളരെ ആകസ്മികമായിട്ടാണ് നമുക്ക് സാറിൻ്റെ ബർത്ത്ഡേ ആണ് എന്ന് നമുക്ക് അറിയാൻ ഇടവന്നത്. സാറിൻ്റെ മദർ വളരെ രഹസ്യമാണ് മകനെ എന്നുള്ള രീതിയിൽ പറഞ്ഞത് തന്നെ അത് വളരെ പരസ്യമായി എല്ലാവരും അറിയുകയും ചെയ്തു. പക്ഷേ അത് നന്നായി. അപ്പോൾ ഞങ്ങൾ യഥാർത്ഥത്തിൽ രഹസ്യമായി ഒന്ന് തീരുമാനിച്ചിരുന്നു സസ്പെൻസ് ആക്കാമെന്ന്. പക്ഷേ സസ്പെൻസ് പൊളിഞ്ഞു പോയി. അത് മനഃപൂർവ്വമല്ല, അത് കുഴപ്പമൊന്നുമില്ല, അത് പ്രശ്നമൊന്നുമില്ല, കാര്യം നടന്നാൽ മതിയല്ലോ. അപ്പോൾ എന്തായാലും എനിക്ക് സസ്പെൻസ് തന്നെയാണ്. അറിഞ്ഞില്ലല്ലേ? അല്ല, നമ്മളെ വിചാരം ഇനി സാറ് പിടിച്ചെടുത്തു. അത് കുഴപ്പമില്ല. അപ്പൊ അതില് നമ്മൾ വിജയിച്ച്, അഭിരാം സാറെ സസ്പെൻസ് നിലനിർത്തുന്നതിൽ വിജയിച്ചു. അപ്പോൾ ഞങ്ങൾക്ക്, എനിക്ക് പറയാനുള്ളത് ഇനി മറ്റ് നമ്മുടെ വ്യക്തികൾ പറയും. സാറിന് എല്ലാ വ്യക്തി ജീവിതത്തിലും ഔദ്യോഗിക ജീവിതത്തിലും വച്ചടി കയറ്റം ഉണ്ടാവട്ടെ. വ്യക്തി ജീവിതത്തിലും കുടുംബ ജീവിതത്തിലും സാമൂഹ്യ ജീവിതത്തിലുമെല്ലാം നല്ല ശ്രേയസ് ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. തണുപ്പായോണ്ട് ഇരിയുന്നുമില്ല. ആശംസിക്കുന്നു. വിഷ് യു മെനി 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 ഹാപ്പി റിട്ടേൺസ് ഓഫ് ദ ഡേ. താങ്ക് യു എല്ലാവർക്കും. സാർ അവസരം പറഞ്ഞാൽ അഭിറാമിന്റെ നന്ദി രേഖപ്പെടുത്തുന്നു. അല്ലേ അഭിറാമൻ? ഞാൻ പറയാമേ. വന്നിട്ട് ഇങ്ങനെ ഒരു ചടങ്ങിൽ പങ്കെടുക്കാൻ പറ്റിയത് വളരെ സന്തോഷകരമായ ഒരു കാര്യമാണ്.
മണാലിയിൽ വന്ന് ഇങ്ങനെ ഒരു ആനന്ദപ്രദമായ ഒരു കാര്യത്തിൽ പങ്കെടുക്കാൻ പറ്റിയതിൽ വളരെ സന്തോഷമുണ്ട്. എല്ലാവർക്കും നല്ലൊരു അനുഭവമായിട്ടുണ്ട്. ഈ നമ്മുടെ ഈ ടൂർ പ്രോഗ്രാമിനെ ഏറ്റവും അധികം ഹൃദ്യമാക്കിയത് അബ്രാമിനെ കുറിച്ച് ഇപ്പം ഞാൻ പറയുന്നില്ല, നമ്മുടെ ശ്രീകുമാർ സാറാണെന്നുള്ളതിന് യാതൊരു സംശയമില്ല. കാരണം അദ്ദേഹത്തിൻ്റെ ആ ഉന്മേഷവും എല്ലാവർക്കും പ്രത്യേക നേച്ചറും നമ്മളെല്ലാം വളരെ നല്ലൊരു ഇതിലേക്ക് കൊണ്ടുപോയി. വളരെ ആകർഷിച്ചു. അബ്രാം സാറിനെ കുറിച്ച് പറയുവാണെങ്കിൽ ഇങ്ങനെ ഇത്രയും നല്ലൊരു ടൂർ മാനേജറെ ഞാൻ കണ്ടിട്ടില്ല. പല ടൂറിലും ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. എല്ലാ ഓരോ കാര്യങ്ങളിലും പുള്ളി ഓടിയെത്തുകയാണ്. എന്തെങ്കിലും ഒരു പ്രശ്നം ഒരാൾക്ക് ഉണ്ടായി കഴിഞ്ഞാൽ പെട്ടെന്ന് അബ്രാമിനെ അറിയിക്കുന്നു, ഓടിയെത്തുന്നു. ഒരു നിമിഷം കൊണ്ടാണ് ഇതെല്ലാം സംഭവിക്കും. അബ്രാമിനെ ഞാൻ എല്ലാ രീതിയിലും അഭിനന്ദിക്കുകയും നന്ദി പറയുകയും ജീവിതത്തിലും അതുപോലെ തന്നെ ഔദ്യോഗിക ജീവിതത്തിലും എല്ലാ ആശംസകളും അർപ്പിക്കുന്നു. ഹാപ്പി ബർത്ത്ഡേ ഇത് എനിക്ക് പ്രസംഗിച്ച് പ്രത്യേകിച്ച് പരിചയമൊന്നുമില്ല, പക്ഷെ ഇതൊരു ഓപ്പർച്യൂണിറ്റിയായിട്ട് ഞാൻ കാണുന്നു. അപ്പം അഭിരാമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അഭിരാം ഈസ് അറ്റ് ദ വെരി സ്റ്റാർട്ടിങ് ഓഫ് ഹിസ് കരിയർ. ഈസ് ഓൺലി 26 years. ഒത്തിരി ലോങ് ജേർണി അഹെഡ്. ഞാൻ അഭിരാമി കണ്ട ഒരു ക്വാളിറ്റി, നോട്ട് ആക്ച്വലി ഡൂയിങ് ഫ്ലാറ്ററി. അഭിരാം ഈ ചെറുപ്പത്തിലാണേലും പ്രായത്തിൽ കവിഞ്ഞ ഒരു മെച്യൂരിറ്റി, ഇടയ്ക്ക് പറയുന്നത് മെച്യൂരിറ്റി കാണിക്കുന്നുണ്ട്. അപ്പം അത് മെയിൻറ്റെയിൻ ചെയ്യുക. പിന്നെ അഭിരാം വളരെ റെസ്പോൺസീവാണ്. നമ്മൾ ഫോൺ വിളിച്ച ഉടനെ കൂടി എടുക്കും കാര്യങ്ങൾക്ക്. ഹി ഫൈൻഡ്സ് എ സൊല്യൂഷൻ. ഞാൻ അഭിരാമോട് പറഞ്ഞൊരു കാര്യം, നമ്മളിവിടുന്ന് പോകുമ്പോൾ എന്താണ് ചണ്ഡീഗഡ് യൂണിയൻ ടെറിട്ടറിക്കുള്ളിൽ ഈ ലിക്കറിനൊക്കെ ടാക്സ് വളരെ കുറവാണ്. അപ്പം പോകുന്ന വഴിക്ക് ഏതെങ്കിലും ഒരു നല്ല ലിക്കർ ഷോപ്പിന് മുന്നിൽ നിർത്ത് ആർക്കെങ്കിലും മേടിച്ച് 1-2 ബോട്ടിൽ കൊണ്ടുപോകും. ഒരു ബോട്ടിൽ 2 മണി അതിന് പുള്ളി അപ്പം ഡ്രൈവറോട് സംസാരിക്കാം എന്ന് പറഞ്ഞു. അതുമാതിരി തന്നെ ഇപ്പം ഗോവ സ്വീറ്റ്സ് നമ്മളിന്ന് അത് എൻജോയ് ചെയ്തു, താങ്ക്സ് ടു സുരേഷ്. അപ്പോൾ അത് നല്ലതാണെന്ന് ഞാൻ ഇന്ന് പറഞ്ഞു. നമുക്ക് ആ സ്വീറ്റ് ഷോപ്പിന് മുന്നിൽ ഒന്ന് എത്തണം. നമ്മൾ ഡ്രൈവറോട് സംസാരിച്ചു. അപ്പോൾ അതും സുരേഷ് ഞാൻ വളരെ റിസപ്റ്റീവ് ആയിരുന്നു. അപ്പോൾ അത് നല്ലൊരു ഇതാണ്. അപ്പം നല്ലൊരു രീതിയാണ് അഭിരാം പിന്തുടരുന്നത്. അഭിരാം എപ്പോഴും അങ്ങനെ തന്നെ തുടരട്ടെ. റിമെയിൻ ഓൾവേസ് ഹംബിൾ ബട്ട് വെരി ആക്റ്റീവ്. അത് ഭാവി നല്ലതാകട്ടെ. ഈ 26ാമത്തെ ബർത്ത്ഡേയിൽ അഭിരാമിന് എല്ലാ അഭിനന്ദനങ്ങളും. അഭിരാമിൻ്റെ കുടുംബത്തിന് അഭിരാം ഒരു വലിയ മുതൽക്കൂട്ടാവും എന്നെനിക്ക് വിശ്വാസമുണ്ട്. അതുമാതിരി തന്നെ അഭിരാമിന് ഒരു ജീവിതത്തിൽ ഇതേമാതിരിയുള്ളൊരു നല്ല കമ്പാഷനും ട്രസ്റ്റും ഉള്ള ഒരു ലൈഫ് പാർട്ട്ണറും ഉണ്ടാകട്ടെ എന്ന് ഞാൻ ഏർലി ഇത് അഭിനന്ദിക്കുന്നു. താങ്ക് യു സാർ, താങ്ക് യു. നിങ്ങളാരെങ്കിലും നല്ലൊരു പ്രാഥമിക അതെ, സാറ് ഫസ്റ്റ് ടൈം ആണെന്ന് പറയുന്നു. പക്ഷെ ഞാൻ ഇത്രയും പറഞ്ഞു. അപ്പൊ സൂപ്പർ ആയിട്ട് കുട്ടിയുണ്ട്, ഇവിടെ ഒരു കുട്ടിയുണ്ട്. ഞാൻ വീഡിയോഗ്രാഫർ. ഞാൻ പിടിച്ചോളാം. ഞാൻ പറയാം. സാർ ഒന്ന് നിർബന്ധിക്കണം. അല്ല, സാറിന്റെ ഇത് മറുപടി ഞാൻ പാടാം. നമ്മുടെ ശ്രീകുമാർ സാർ ഒരു പാട്ട് പാടാം. നമുക്ക് പാട്ടുകാരനായിട്ടല്ല. വളരെ സന്തോഷമാണ്. ഇപ്പോൾ സത്യം പറയുകയാണെങ്കിൽ നിങ്ങളെ ആദ്യമായിട്ടാണ് നമ്മുടെ മണാലിയിൽ നിന്ന് കേക്ക് മുറിക്കുന്നത്, അത് ബർത്ത്ഡേക്ക്.
ആദ്യമായിട്ട് പറഞ്ഞാൽ ആദ്യമായിട്ട് ഞാൻ കുറേ 3 വർഷം ഒരു ട്രാവൽ കമ്പനിയിലാണ് വർക്ക് ചെയ്തത്. അപ്പോൾ ഇത് ആദ്യമായിട്ടാണ് എൻ്റെ ഒരു അനുഭവമായിരുന്നത്. എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് നിങ്ങളെല്ലാവരും ഇതിൽ നമുക്ക് പങ്കുചേർന്നതിൽ. പിന്നെ അപ്രതീക്ഷിതമായിട്ടാണ് നമ്മൾ നമ്മുടെ എല്ലാവരും കൂടി അവിടെ കണ്ടുപിട്ടിയത്. കാരണം എൻ്റെ ഹോട്ടലിൽ നിന്ന് ഞാനൊരു മിനറൽ വാട്ടർ വാങ്ങാൻ പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് ഇവരെല്ലാവരും ഞാൻ കണ്ടുപിട്ടിയത് അവിടുന്ന് കറക്റ്റായിട്ട്. അപ്പോൾ അത് വല്ലാത്തൊരു തന്നെയായിരുന്നു അല്ലേ. പെട്ടെന്ന് നമ്മൾ കണ്ടു. ഞാൻ ഒരു മിനറൽ വാട്ടർ വാങ്ങാൻ ഞാൻ ക്യാഷ് കൊടുക്കുകയാണ്. അപ്പോൾ ഉണ്ട് മലയാളം സംസാരിക്കുന്നത്. അപ്പം പെട്ടെന്ന് നോക്കിയപ്പോൾ മേഡം. അപ്പോൾ ഞാൻ മുന്നോട്ട് നോക്കിയപ്പോഴേ ശ്രീകുമാർ സാറെ കണ്ടു, പിന്നെ സുധീർ സാർ എല്ലാവരെയും കണ്ടു. അത് വളരെ ഒരു സത്യം പറയുകയാണെങ്കിൽ നിങ്ങളും പ്രതീക്ഷിച്ചില്ലല്ലോ. അല്ലല്ല, ഇവിടുന്ന് ഒരു മണിക്കൂറായിട്ടുണ്ടോ പെട്ടെന്ന്. അപ്പോൾ അവിടെ നല്ല ഒരു വൈബാണല്ലോ. അവിടെ നല്ല വൈബാണ് അവിടെ. സത്യം പറഞ്ഞാൽ വളരെയധികം സന്തോഷമുണ്ട്. ആദ്യമായിട്ടായതുകൊണ്ട് ഇവിടെ വളരെ സന്തോഷമുണ്ട്. താങ്ക് യു ഓൾ. നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ, ഏവർക്കും എൻ്റെ ചാനലായ SSK ചന്ദ്രകാന്തത്തിലേക്ക് സ്വാഗതം. നോക്കണം, മറ്റൊന്നുമല്ല, കുമ്മായമല്ല, ഒന്നുമല്ല, ശുദ്ധമായ ഐസ്. ഇത് മണാലിയിലാണ് നിൽക്കുന്നത്. കണ്ടോ, ഇവിടെ ഇന്ന് നല്ല തിരക്കാണ്. എന്തുകൊണ്ടോന്നറിയില്ല, ആ ബ്ലോക്കിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് കാര്യങ്ങൾ പറയാം എന്ന് കരുതി. കടുത്ത തണുപ്പില്ല, ചെറിയ ഒരു തണുപ്പുണ്ട്. പക്ഷെ ഞങ്ങളെല്ലാം വെൽ സ്യൂട്ടായിട്ട് നിൽക്കുകയാണ്. IRCTC ടൂറിൻ്റെ ഭാഗമായിട്ട് വന്നതാണ്. ഞങ്ങൾ 13 പേര്, ഡ്രൈവറും ടൂർ കോർഡിനേറ്ററും ഉൾപ്പെടെ 15 പേരുണ്ട്. വാന് ബ്ലോക്കിൽ കുടുങ്ങി അവിടെ നിൽക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ വിശേഷങ്ങളുമായി പിന്നാലെ വരുന്നതാണ്. ഓക്കെ, ബൈ. ഹലോ പ്രിയ സുഹൃത്തുക്കളെ, മണാലി ടോപ്പിലെത്തിയിട്ടില്ല. കണ്ടോ, ഇപ്പോൾ തന്നെ ഒരു മഞ്ഞിൻ്റെ കുടീരമാണ് കാണുന്നത്. കണ്ടോ, മഞ്ഞ്. അപാരമായ ബ്യൂട്ടിയാണ്. ഹിമശൈല ഭൂമിയായ ഹിമാചൽ പ്രദേശ്, മണാലി. കുളു താഴ്വര താഴെയാണ്. കുളു മണാലി എന്ന് പറയുമെങ്കിലും ഇത് തമ്മിൽ ഒരു 10-40 കിലോമീറ്റർ വ്യത്യാസമുണ്ട്. കുളു താഴ്വരയാണ്. ഇത് മണാലി മഞ്ഞ് മൂടിയ നല്ല തണുപ്പുള്ള ഭാഗം. അപ്പോൾ എല്ലാവരും ജാക്കറ്റും സ്പെഷ്യൽ ബൂട്ടും ഒക്കെ ഹയർ ചെയ്ത് വന്നിരിക്കുകയാണ് സർവ്വസന്നാഹങ്ങളോടെ. അപ്പോൾ നമ്മുടെ വാഹനം അവിടെ കിടക്കുന്നുണ്ട്. റോയ് സാറ് ഇവിടെ നിൽക്കുന്നുണ്ട്. റോയ് സാർ, എല്ലാം ചിത്രങ്ങൾ എടുത്തുകൊണ്ടിരിക്കുകയല്ലേ? ചിത്രങ്ങൾ സാറിന് എന്ത് പറയാനുണ്ട്? ഞങ്ങൾ ഇവിടെ ആദ്യമായിട്ടാണ് എത്തിച്ചേർന്നിട്ടുള്ളത്. ഇത് ഞങ്ങളെ അമ്പരപ്പെടുത്തുന്ന ഒരു കാഴ്ചയാണ്. തീർച്ചയായിട്ടും സാർ, ഇത് ശരിക്കും കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ്. ഓക്കെ, നമ്മൾക്ക് ഒരിക്കലും കാണാൻ കിട്ടാത്ത ഒരു കാഴ്ചയാണ്. ഓക്കെ. നിങ്ങൾക്ക് എന്റെ ശ്രോതാക്കൾക്ക് എവിടെയെങ്കിലും ഒരു സാധ്യത ഇങ്ങനെ കിട്ടുന്നുണ്ടെങ്കിൽ ഇതുപോലൊരു സ്ഥലം തീർച്ചയായിട്ടും സന്ദർശിക്കണം. എല്ലാവരോടും ഞാൻ അഭ്യർത്ഥിക്കുകയല്ല, അപേക്ഷിക്കുകയാണ്. തീർച്ചയായിട്ടും സാർ, തീർച്ചയായിട്ടും. ഇത് കണ്ടില്ലെങ്കിൽ പിന്നെ മറ്റെന്ത് കണ്ടിട്ടും കാര്യമില്ല. ഇതേ അഭിപ്രായം തന്നെ ആയിരിക്കും കുഞ്ചറിയ സാറിനും, അല്ലേ? തീർച്ചയായിട്ടും. ആ, എല്ലാവരും ഉണ്ട്, ടിപ്പ് ടോപ്പായിട്ട് വന്നിരിക്കുകയാണ്. എന്താ വരുന്ന നമ്മുടെ ചുറുചുറുക്കുള്ള വനിത കുഞ്ഞുമോൾ. ഗംഭീരമല്ലേ? അതാണ് ഞാൻ സാറിനെ നോക്കിയത്. ചേച്ചി, എങ്ങനെ ഉണ്ട് ചേച്ചി? എല്ലാവരും വളരെ സന്തുഷ്ടരല്ലേ? ഇത് കാണേണ്ടത് തന്നെയല്ലേ? തീർച്ചയായിട്ടും എല്ലാവരും സന്തുഷ്ടരാണ്. തീർച്ചയാണ്. ഈ മല കാണുമ്പോൾ, മഞ്ഞ് കാണുമ്പോൾ. ഓ അപ്പൊ മാസ്ക് ഇട്ടുകൊണ്ടാണ് അറിയാത്തത്. നമ്മുടെ രഞ്ജിനി ചേച്ചിയാണ് വളരെ സ്ട്രോങ് ആയിട്ട് മാസ്ക് ആയതുകൊണ്ട് ചിലപ്പോൾ അറിയാൻ പറ്റത്തില്ല. പിന്നെ രാജേഷ് സാറ് പിന്നെ
ജോണി സാർ എന്തിനും തയ്യാർ എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് മുന്നോട്ട് വന്നിരിക്കുകയാണ്. പിന്നെ നമ്മൾ വെറ്ററൻ അല്ല, അവർ നല്ല ചെറുപ്പക്കാരാ. നമ്മുടെ നല്ല അതെ ബാബു സാറ്, അജിത മാഡം ചെറുപ്പക്കാരിയാണ്. പക്ഷേ ഓക്കേ, ഇനിയും ആൾക്കാർ അതിനകത്തിരിക്കുന്നവരുണ്ടോ? 1-2 പേരൊക്കെ ഉണ്ട്. അവരിറങ്ങി വന്നോളും. ശരി, അവിടെ ആളുണ്ടായിരുന്നു, അപ്പോഴാണ് നമ്മൾ നോക്കിയത്. ശ്രീലത മാഡം. ഇനി നമ്മളൊരു ചെറുപ്പക്കാരി ഉണ്ടായിരുന്നു, ഒരു കൊച്ചി ചെറുപ്പക്കാരിയല്ല. അജിത മാഡം. അമൃത മാഡം. അജിത വേറെ. സുരേഷ് സാറിനെ കാണാനില്ല. അയ്യോ, കാണാനില്ലെന്നൊക്കെ പറഞ്ഞാൽ എന്തൊരു മോശം. ഓക്കെ സാർ, ഗംഭീരമല്ലേ സാർ? ഗംഭീരം. മക്കളെ വീഴാതെ പതുക്കെ പിടിച്ച് കയറ്, അല്ലെങ്കിൽ അങ്ങ് ഫ്രണ്ടിലോട്ട് വാ, അവിടെ കയറാൻ സ്ഥലമുണ്ട്. ഏതായാലും ബ്ലോക്കിൽ മുങ്ങി കിടക്കുന്നു. ഹലോ പ്രിയ സുഹൃത്തുക്കളെ, അപ്പോൾ അതാണ് മണാലിയിലൂടെ ബന്ധം നടക്കുകയാണ്. നമ്മുടെ സുഹൃത്തുക്കളെല്ലാം ത്രില്ലടിച്ചിരിക്കുകയാണ് മണാലിയുടെ സൗന്ദര്യം കണ്ടിട്ട്. കണ്ടോ, എന്താ പറയുന്നത്, സ്വിറ്റ്സർലൻഡിലൊന്നും പോകണ്ട, നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ട് അതിമനോഹരമായ സ്ഥലങ്ങൾ. ബ്ലോക്കിൽ കുടുങ്ങി അത് ഒരു കണക്കിന് അനുഗ്രഹമായി. ഇതെല്ലാം വളരെ വിശാലമായിട്ട് ആൾക്കാരെല്ലാം ഫോട്ടോ എടുക്കലും വീഡിയോ എടുക്കലും മഞ്ഞ് എറിഞ്ഞ് കളിക്കലും ഒക്കെയാണ് നടക്കുന്നത്. ഞാനും മഞ്ഞിലൂടെ നടക്കുകയാണ്. പക്ഷേ ഇത് വഴിക്ക് വീഴും. ചില സ്ഥലത്ത് കാല് വയ്ക്കുമ്പോൾ അങ്ങ് താന്നു പോകും. ഞാൻ വീണാലും വേണ്ടൂല, ക്യാമറയ്ക്കൊന്നും വരാതിരുന്നാൽ മതി. ऊपर तो ध्यान दे। താങ്ക് യു. പ്രിയ സുഹൃത്തുക്കളെ, വാഹനങ്ങൾ എല്ലാം ബ്ലോക്കിൽ കുടുങ്ങിയിരിക്കുന്നത് കൊണ്ട്, അത് വേറൊന്നുമല്ല, തിരക്ക് മൂലം ഞങ്ങൾ ഈ ഭാഗത്തൂടെ ഇങ്ങനെ ഇറങ്ങി നടക്കുകയാണ്. പലരും തകർത്ത് ഫോട്ടോ എടുക്കുന്നുണ്ട്, വീഡിയോകൾ എടുക്കുന്നുണ്ട്. ഇതാണ് അതിമനോഹരമായ മണാലിയുടെ പ്രകൃതി ദൃശ്യം. ഈ ഭാഗത്തൊന്നും നമ്മുടെ സുഹൃത്തുക്കളൊന്നും വന്നിട്ടില്ല എന്ന് തോന്നുന്നു. Amrita, look here. Oh, bye, bye.
ഇവിടെ കണ്ട ഞാൻ നിൽക്കുന്ന മുട്ടൊപ്പം താഴ്ന്ന് നിൽക്കുക കണ്ട മുട്ട അങ്ങ് താഴ്ന്നു പോയി. കയറി വരെയും സുഹൃത്തുക്കളെ ധൈര്യമായിട്ട്, ഇവിടെ ഒന്നും പേടിക്കാനില്ല. नीचे से फोटो लेता कितना अच्छा होता है।